ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു കഥയുടെ ബാക്കിയാണ് കേട്ടോ പറയുന്നത്. അപ്പം കമൻസ് ബോക്സിൽ ഒരാൾ അതിൻ്റെ ബാക്കി ചോദിച്ചായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ബാക്കി ചെയ്യുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു കൗൺസിലിംഗ് സ്റ്റോറി അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ആ തരത്തിലുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനും അമ്മാവനും കൂടി ആ ഒരു ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അമ്മാവനാണെന്നുണ്ടെങ്കിൽ ചാരി കസേരയിൽ പതിവ് പോലെ എല്ലാ ദിവസവും ഇരിക്കുന്ന പോലെ തന്നെ ആ രീതിയിൽ തന്നെ ഇങ്ങനെ ചാരി കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ തൊട്ടടുത്ത് ഇങ്ങനെ മാറിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരി തന്നെ അവരുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം കയറിയിരിക്കാനോ അങ്ങനൊരു അനുവാദവും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ആ ഒരു കുടുംബത്തിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാറിയിട്ട് ഒരു തൊട്ട് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ പോലെ ചെറിയ പടി പോലെ ഇങ്ങനെ കയറി വരുന്ന സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു സൈഡിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ മുറ്റവും കാണാൻ പറ്റുന്നു, പിന്നെ മുറ്റത്തെ പാടവും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുറ്റവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണുന്നത് വെച്ചാൽ ഒരു റോഡാണ്. വഴി എല്ലാവർക്കും പോകുന്ന ആ രീതിയിലുള്ള റോഡാണ്. അപ്പോൾ റോഡിലാണെന്നുണ്ടെങ്കിൽ അതിനിപ്പുറത്തായിട്ട് മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. മതില് അത്യാവശ്യം നല്ല പൊക്കത്തിലൊന്നുമല്ല കെട്ടിയേക്കുന്നത്. അത്യാവശ്യം വീതി ഉണ്ടെങ്കിലും അപ്പുറത്തൂടെ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ആരാ നടന്നു പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു തലമുടി ഇങ്ങനെ കാണുന്നുണ്ട്. അത്യാവശ്യം നീളമുള്ളൊരു തലമുടിയാണ്. അപ്പം ആരോ ഒരു സാരി പിടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ അമ്മാവനെയും നോക്കി. അമ്മാവനിങ്ങനെ എത്തി വിളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്തി വിളിഞ്ഞ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവനാണെന്നുണ്ടെങ്കിൽ രോഗവും കൈയും കാലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ മരവിച്ചൊരു രീതിയിലിരിക്കുകയാണ്. എന്നിട്ട് പോലും എത്തി വിളിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണം ആരാണെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പോയി, അമ്മാവ ഇതെന്ത് കാണിക്കുക? അമ്മാവന് പണ്ട് തൊട്ടുള്ള സൂക്കേടാണ്. ആരെങ്കിലും വെളിക്കൂടൊന്ന് പോയി കഴിഞ്ഞാൽ എത്തി നോക്കുന്നൊരു പരിപാടി. അപ്പൊ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അമ്മാവനെ കുറ്റം പറഞ്ഞു. എന്തോ അമ്മാവ, ഇത്രയും കാലം ഒരുപാടായില്ലേ, വയസ്സാം കാലത്തൊക്കെയാണോ എനിക്ക് എത്തി നോക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അത് മോളെ, അമ്മാവനിങ്ങനെ നോക്കിയതാണ്. ആരെങ്കിലുമൊക്കെ എന്ന് വെച്ച് പോകുന്നതൊക്കെ കാണണ്ടേ, നമുക്കതൊക്കെയല്ലോ ഒരു രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. നോക്കിക്കോ. പിന്നെ അമ്മാവിന്റെ ഈ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും അമ്മാവി അറിയണ്ട. അമ്മാവി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ച് കുത്തിക്കളയും. എനിക്കറിയാവുന്നതല്ലേ അമ്മാവിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ. അതെന്തോ പറയാനാ മോളെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ മോളെന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, വല്ലപ്പോഴും ഒന്ന് വരും. ശരിക്കും അമ്മാവിന്റെ മൂത്ത മകളായിരുന്നു മാളും ഞാനും നല്ല കമ്പനിയായിരുന്നു. കുട്ടിക്കാലം തൊട്ടാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ഞങ്ങൾ പഠിത്തവും പിന്നെ കളിച്ച് നടക്കലും കാര്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരുന്നു. അമ്മാവ, ഇപ്പം മാളും ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ആളെ കണ്ടിട്ട് കുറെ കാലമല്ലോ. അമ്മാവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, അവളെന്തോ പറയാനാണ് എൻ്റെ മോളെ. ആകെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരും. എന്തെങ്കിലും 500-1000 രൂപ എടുത്ത് എൻ്റെ കയ്യിലോട്ട് നീ തരും. ഇത് പിന്നെ അമ്മായി അറിഞ്ഞു കഴിഞ്ഞാൽ അതും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. അവളെ കൊണ്ടും അവളുടെ ഭർത്താവിനെ കൊണ്ടും പിള്ളേരെ കൊണ്ടും ഒരു ഉപകാരമില്ല മോളെ. പിന്നെ ഇടയ്ക്ക് മോള് വരുന്നത് മാത്രമാണ് അമ്മാവനൊരാശ്രയം. എന്നാ അമ്മാവ, ഞാൻ അടുക്കളയിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കട്ടെ. ഭക്ഷണവും കാര്യങ്ങളൊക്കെ അടുപ്പത്തിരിക്കുക, അതൊന്ന് ശരിയാക്കി വെക്കണ്ടേ. നീ ഇപ്പം പോവണ്ട മോളെ, നീ ഇവിടെ ഇരിക്കേ. നമുക്ക് എന്തെങ്കിലും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതെ. വെറുതെ എൻ്റെ മോളെ വെച്ചാൽ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയിട്ട് എന്ത് കാര്യം ശ്രദ്ധിക്കാനാ. അത് വേഗുന്ന സമയത്ത് അങ്ങോട്ട് പോയി ഇളക്കി കൊടുത്താൽ മതി. നീ ഇവിടെ ഇരിക്കേ. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ ഞാനായിട്ട് ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു അവിടെ തേങ്ങ ഇടാൻ ഒരാൾ വന്നത്. തേങ്ങ ഇടാനാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചേട്ടനായിരുന്നു വന്നത്. എനിക്ക് അറിയാവുന്ന ഒരാളാണ്, എനിക്ക് അത്യാവശ്യം മൂത്ത ഒരാളാണ് കേട്ടോ. തെങ്ങ കയറ്റാൻ വരുന്ന ഒരാള്. എന്നെ കണ്ട സമയത്ത് തന്നെ ഇതാരെ സുനന്ദിയോ? സുനന്ദി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നീ വരുന്ന കാര്യമൊന്നും. പിന്നെ മോളെ, ഞാനിവിടെ തേങ്ങയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ എപ്പം വരുന്ന സമയത്താണെങ്കിലും മോളുടെ കാര്യം ചോദിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഭർത്താവ് ഇപ്പോഴും ഗൾഫിലാണല്ലേ, ഇങ്ങോട്ട് വന്നിട്ടില്ല? ചേട്ടാ, ഭർത്താവ് കുറച്ച് നാൾ മുമ്പ് ലീവിന് വന്നിട്ട് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വിവരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് എമർജൻസി എടുത്ത് വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ചേട്ടാ ജീവിതവും കാര്യങ്ങളൊക്കെ. ആണോ മോളെ?
അപ്പം കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ആ, ചിലരുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യങ്ങളെന്ന് പറയുമ്പം ചേട്ടൻ എന്താ ഉദ്ദേശിച്ചേ? അല്ല, ഇവിടുത്തെ പലചരക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഇനി മോള് തന്നെ പോണല്ലോ. പിന്നിപ്പം എന്തായാലും മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മോൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? അപ്പം ആരും ഇല്ലല്ലോ വീട്ടിലും കാര്യങ്ങളൊക്കെ. ആ, ഓരോരുത്തരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ മോളെ. ഇപ്പം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം എന്തുണ്ട്? ഓരോ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ, അത് ശരിയാ ചേട്ടാ. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം മോളെ വിടാനാണെങ്കിലും സ്കൂളിൽ പോകാനാണെന്നുണ്ടെങ്കിലും എന്തൊരു PTA മീറ്റിംഗ് വന്നാൽ പോലും നമ്മൾ പോകണം ചേട്ടാ. അല്ലാതെ വീട്ടിലാരും ഒന്ന് സഹായത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാം ശരിയാവും മോളെ. മോക്ക് തേങ്ങ അടക്കുന്ന സമയത്ത് എന്തെങ്കിലും കറിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ? ആ, ചേട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടച്ചു തരാം. അപ്പൊ തന്നെ കേട്ട സമയത്ത് അമ്മാവൻ ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, എടാ കരിക്കൊന്നും വേണ്ട, നീ തേങ്ങ എടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ വണ്ടി വിടാൻ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മാവനോട് നല്ല ദേഷ്യം തോന്നി. കാരണം ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ട് പോലും അദ്ദേഹം ദാഹം മാറ്റാൻ വേണ്ടി അതിന് പോലും ഒരു കരിക്കോ കാര്യങ്ങളോ അത് വേണ്ടിയും അതുപോലും ചെയ്തു തരുന്നില്ല. അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് നല്ല ദേഷ്യം തോന്നി. എനിക്കല്ലേലും അറിയാം, അമ്മാവനൊരു പിശുക്കനാണ്. ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഒരു മനുഷ്യന് പോലും ഒന്നും കൊടുക്കാത്തൊരു മനുഷ്യൻ, അതാണ് അമ്മാവൻ. അമ്മാവന്റെ സംസാരം കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ തേങ്ങ ഇടാൻ വന്ന ചേട്ടൻ നേരെ അപ്പുറത്തേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ എല്ലാം ഇട്ടതിന് ശേഷം പെട്ടെന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു, സുനന്ദി, സുനന്ദി ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഇതൊന്ന് ഒതുക്കി വെക്കുമോ എന്നൊക്കെ ഇങ്ങനെ എന്നെ വിളിച്ചു കേട്ടോ. വിളിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് കുറേ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെന്തങ്കിൻ്റെ ആ ഒരു കരിക്കും കാര്യങ്ങളും, നല്ല അടിപൊളി ഒരു ചെന്തങ്ങിൻ കരിക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. അപ്പം അതിങ്ങനെ വെട്ടി വെച്ചിട്ട് അതിന് ശേഷമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന മോളെ നീ കുടിച്ചോ, അങ്ങേര് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എൻ്റെ കയ്യിലെടുത്ത് തന്നു. ഇത് കുടിച്ചോട്ടോ. ചേട്ടൻ നല്ല രീതിയിൽ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ സംഭവം തന്നത്. എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അതായത് കാരണം നല്ല ഇളം കരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചേട്ടൻ വെട്ടി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വയ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിൽ ഞാനത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്പൂൺ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി അമ്മാവൻ കാണാതെ, ആരും കാണാതെ പോയി സ്പൂണൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു കരിക്കും പിന്നെ ആ ഒരു ഇതളും കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പുള്ളി എനിക്ക് തന്നു. നീ കുടിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം കുടിച്ച് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാരി ടേസ്റ്റ്, അയ്യോ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ കുടിച്ച് കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മത്തടിച്ചു കേട്ടോ. 1 കുടിച്ചു, 2 കുടിച്ചു, 3-മത്തെയും കുടിച്ചു കഴിഞ്ഞ സമയത്ത് നല്ല മത്തടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, കൊള്ളായിരുന്നോ? ആ ചേട്ടൻ നന്നായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഇങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ ചേട്ടാ ആരെങ്കിലും ഇങ്ങനെ ഇട്ട് തരാനോ ഒന്നിനും ആരും വരുത്തൊന്നുമില്ല. പിന്നെ അമ്മാവൻ്റെ സ്വഭാവം അറിയാലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നയ പൈസ പോലും അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് ഒരു ആശ്രയവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ചേട്ടൻ്റെ ഒരു പ്രസൻസ് നന്നായിട്ട് എനിക്ക് ആ ഒരു മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും. ഒരു കുഴപ്പമില്ല മോളെ, അവിടുത്തെ തെങ്ങും കാര്യങ്ങളൊക്കെ കായ്ക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിന്ന് തെങ്ങയും കാരയും പിന്നെ ഒരു കരിക്കും എല്ലാം ഇട്ട് തരാം കേട്ടോ എന്ന് ചേട്ടൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഞാൻ അമ്മാവൻ്റെ അടുത്തേക്ക് പോയി. നല്ല മത്തടിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവൻ പെട്ടെന്ന് ചോദിച്ചു, ഇതുവരെ നീ അവിടെ എന്തെടുക്കായിരുന്നു, അവിടെ പോയിട്ട് എന്ത് കാണിക്കുകയാണ്? അതാകുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ തേങ്ങയെല്ലാം അവിടെ പറക്കിയിടണ്ടേ അമ്മാവ, അവിടെ എല്ലാം ചിതറി കിടക്കായിരുന്നു, പറമ്പ് വൃത്തിയാക്കാൻ ആരുമില്ലല്ലോ, അമ്മായി വന്നു കഴിഞ്ഞാൽ വഴക്ക് പറയില്ലേ എന്നൊക്കെ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവനൊന്ന് പേടിച്ചു. കാരണം അമ്മാവിയെ നല്ല പേടിയാണ് കേട്ടോ. പണ്ട് തൊട്ടുള്ളൊരു സ്വഭാവമാണ്. ഇന്നപോലെ ആള് ഭയങ്കര കില്ലാടിയൊക്കെയാണ്, എല്ലാവരും വിറപ്പിച്ച് നിർത്തുന്ന ഒരാളാണ്. പക്ഷെ അമ്മാവിയെ കണ്ടു കഴിഞ്ഞാൽ അമ്മാവിന് നല്ല പേടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവ ഞാൻ അകത്ത് പോയി എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കട്ടെ, നമുക്കിത് കഴിക്കുകയൊക്കെ വേണ്ടേ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി.
അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി അമ്മാവന് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ തിരിച്ചു വന്നിട്ട് അമ്മാവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ അമ്മാവന് നടക്കാൻ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞു, മോളെ എന്നെ ഒന്ന് താങ്ങിക്കൊണ്ട് അവിടെ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മാവനെ ഒരു തോളിൽ പിടിച്ച് അങ്ങനെ പതുക്കെ താങ്ങിയെടുത്ത് പതുക്കെ അവിടെ ആ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടിരുത്തി കേട്ടോ, കസേര കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മോളെ എനിക്ക് കൈയും കാലും ഒന്നും പറ്റുന്നില്ല, മോളൊന്ന് വാരി തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പാവല്ലേ, വയ്യാത്ത ആളല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒരു സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അമ്മാവന് പതുക്കെ ഓരോന്നോരോന്നായിട്ട് സ്പൂണായിട്ട് ഞാനിങ്ങനെ വാരി കൊടുത്തട്ടോ. അന്നേരം അമ്മാവനിങ്ങനെ പറയുന്നുണ്ട്, മോളില്ലായിരുന്നെങ്കിൽ അമ്മാവൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നേനെ, ഒറ്റ മനുഷ്യന്മാരെ പോലും അമ്മാവനെ തിരിഞ്ഞു നോക്കത്ത പോലുമില്ലായിരുന്നു, ഒരു മോളാണെന്നുണ്ടെങ്കിൽ അത് നോക്കത്ത പോലുമില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ വിളി വരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ആ ചേട്ടനായിരുന്നു, തേങ്ങ ഇടാൻ വന്ന ചേട്ടൻ. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒന്നിഞ്ഞ് വരുമോ, സുനന്ദി ഒന്നിഞ്ഞ് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഒരു പടത്തിൽ തന്നെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ചേട്ടൻ പറഞ്ഞൊന്നും മറക്കണ്ട, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചാൽ മതി, ചേട്ടൻ വന്ന് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം കേട്ടോ. അപ്പം എന്തെങ്കിലും കായ്ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്കൊരു പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ. ആ ടൈമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചേട്ടൻ വന്നായിരുന്നു ഇട്ട് തരുന്നതൊക്കെ. പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ചേട്ടൻ അധികം അങ്ങോട്ട് വരാറായി. അങ്ങനെയാണ് ചേട്ടൻ എന്നെ വന്ന് വിളിച്ചത്. എടി നീ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ട് വന്നേ മോളെ എന്ന് പറഞ്ഞ അമ്മാവനിങ്ങനെ വിളി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ അവിടെ നിന്ന് ചേട്ടൻ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അമ്മാവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞാൻ അമ്മാവൻ്റെ അടുത്തേക്ക് വന്നു. അമ്മാവൻ്റെ അടുത്തേക്ക് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും അമ്മാവനിങ്ങനെ പാരാത്തൂരം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും, പഴയ കാര്യങ്ങളും, പിന്നെ പോയ ചേട്ടൻ്റെ ആക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കഥകളെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാവൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മാവൻ്റെ ഈ പൈസ വല്ലതും ഇരിപ്പുണ്ടോ, നമുക്കെന്തെങ്കിലും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് മോളെ, ഒരാഴ്ചത്തേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവൾ ശരിയാക്കി വെച്ചിട്ടാണ് പോയത്, ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമോ എന്തോ, പിന്നെ അമ്മയും മോളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വലിയ വിലയൊന്നുമില്ല മോളെ, പിന്നെ നീ വന്നു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അമ്മാവനൊന്ന് ആസ്വദിക്കുന്നത്. നിന്റെ ഭർത്താവ് എന്ത് ചെയ്യും മോളെ, അവൻ്റെ വിളി വല്ലതും ഉണ്ടോ, അവൻ ഇതുവരെയായിട്ടും ഇതുപോലെ ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല, നീ വന്നിട്ട് ഇത്രയും നേരമായിട്ടൊന്നും വിളിച്ചിട്ടില്ല, നിങ്ങൾ തമ്മിൽ ലോഹ്യത്തിലല്ലയോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ടുപേരും തമ്മിൽ എന്നൊക്കെ അമ്മാവനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും ആദ്യമൊന്നും വേണ്ടിയില്ല. പിന്നെ എന്നെ ഇവിടുന്ന് പഠിപ്പിച്ചൊക്കെ വിട്ടതല്ലേ, അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അമ്മാവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അമ്മാവ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ വിളിച്ച്, അല്ലാതെ വിളിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ മോളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പൈസ അയച്ചിരിക്കുക ചെയ്തു, അല്ലാതെ ആളിങ്ങോട്ട് വരുന്ന കോളോ ഒന്നും ഇപ്പം കാണുന്നില്ല. എല്ലാം ഒരു ബുദ്ധിമുട്ടിലിരിക്കുക അമ്മാവനറിയാമല്ലോ കാര്യങ്ങളൊക്കെ. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ആളും ഞാനുമായിട്ട് അത്ര ചേർച്ചയിലല്ലായിരുന്നു, പിന്നെല്ലാം ഇങ്ങനെ പോകുന്ന അമ്മാവൻ എന്നെ ആ സമയത്ത് നോക്കിയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞി പെട്ടെന്ന് തുപ്പി നോലെ താഴേക്ക് ഒഴിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അയ്യോ അമ്മാവൻ്റെ ഒരു ഇത് ഇങ്ങനെ താഴെ പോയിട്ടുണ്ട്, മോള് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാമായിരുന്നല്ലോ മോളെ, ഇവിടെ മൊത്തം വൃത്തികേടായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. അമ്മാവനത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ചുമ്മാ ഇരിക്കുമ്പോൾ പണി തരുന്ന ഒരു സ്വഭാവം ഉണ്ട് കിളവന്. അങ്ങനെ ഞാൻ അമ്മാവനെ നോക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു അടുക്കളയിൽ കിടന്ന തുണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ അവിടേക്ക് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവൻ പറഞ്ഞു, അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണേ മോളെ, അവിടെ മൊത്തം വൃത്തികേടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ഹോള് മുഴുവൻ ക്ലീൻ ചെയ്തു. എന്നിട്ടും കിളവൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നെ നോക്കിയിട്ട്. മോളെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞെങ്കിൽ അപ്പുറത്തൊരു പൊത്താമ്പരയുണ്ട്, അവിടെ കുറെ വിറകും കാര്യങ്ങളും കൂട്ടി വെച്ചേക്കുക, മോളത് അടുക്കളയിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് അത്രയും കൂടുതലാവത്തില്ലല്ലോ, അതെന്തെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചൂടെ, മോള് അത് വെച്ചിട്ട് ഇങ്ങോട്ട് വാട്ടോ
എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മാവന് മരുന്നും കാര്യങ്ങളൊക്കെ മോളെടുത്ത് തരണം. അമ്മാവന് അറിയത്തില്ലല്ലോ അതവിടെ വെച്ചേക്കുന്നെന്ന്. എല്ലാം അമ്മായി ഇവിടെ കണ്ടാ കൊണ്ടുവച്ചതാണ്. അങ്ങനെ അമ്മാവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ആ പത്താമ്പരയിലോട്ട് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ വിറകും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ. അമ്മായി പറക്കി വെച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അടുക്കളയിൽ വെച്ചിട്ട് പരിപാലവും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് വൈകുന്നേരം ആയി തുടങ്ങി. സന്ധ്യ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മാവൻ വന്നിട്ട് വീണ്ടും പറഞ്ഞു, മോളെ അവിടുത്തെ വിളക്ക് വെക്കണം കേട്ടോ. വിളക്കും കാര്യങ്ങളും വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന പോലെ ആരും ഇല്ലല്ലോ, മോളൊന്ന് വെച്ചേരെ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ ആയ സമയത്ത് അമ്മാവൻ ഒരു വിളക്ക് വെക്കാനൊക്കെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി വെച്ചേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന സമയത്ത് അമ്മാവന് ഇനി മരുന്നും കാര്യങ്ങളും എല്ലാം എടുത്ത് കൊടുക്കണം. കൊടുക്കുന്ന ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കണം, അതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തു. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം കേട്ടോ.